നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽസ്. അതായത് നമ്മളിപ്പം പ്രോസസ് മോഡൽസ് അല്ലേ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്താണെന്ന് അറിയണം, ദെൻ പ്രോസസ് മോഡൽസ് എന്താ. അതിലുള്ള കുറേ മോഡൽസ് നമ്മൾ പഠിച്ചതിൽ ഞങ്ങൾ സിലബസിൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രിമെൻ്റൽ മോഡലുണ്ട്, ദെൻ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പ്രോട്ടോടൈപ്പിംഗ് മോഡലും സ്പൈറൽ മോഡലും ഈ രണ്ടെണ്ണം വരുന്നത് എവല്യൂഷണറി പ്രോസസ് മോഡൽ എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ, അതായത് നിങ്ങളെ സിലബസിൽ എവല്യൂഷണറി പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സ്പൈറൽ മോഡലും ദെൻ പ്രോട്ടോടൈപ്പിംഗ് മോഡലും. അപ്പം നിങ്ങൾക്ക് എക്സാമിലാകുമ്പോഴത്തേക്ക് അത് ക്ലിയർ ഒന്നുകൂടെ ഞാൻ പറയും, ഓർമ്മിപ്പിക്കും. അപ്പോൾ ആ ഒരു കാര്യം സിലബസും കൂടെ നോക്കുന്നവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ പറഞ്ഞതാണ്. അതായത് എവല്യൂഷണറി പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് പ്രത്യേകം എവല്യൂഷണറി പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് ആക്ച്വലി സ്പൈറൽ മോഡലും പ്രോട്ടോടൈപ്പിംഗ് മോഡലും. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ മോഡൽസ് ഒക്കെ ഇല്ലേ, വാട്ടർഫോൾ മോഡൽ, ഇൻക്രിമെൻ്റൽ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, സ്പൈറൽ മോഡൽ, ഇതൊക്കെ വി ക്യാൻ സേ ട്രഡീഷണൽ പ്രോസസ് മോഡൽസ് ആയിട്ട് പറയാം. അതായത് അതിൽ തന്നെ എവല്യൂഷണറി പ്രോസസ് മോഡൽസിൽ വരുന്നതാണ് സ്പൈറൽ, ദെൻ പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതൊക്കെ ട്രഡീഷണൽ പ്രോസസ് മോഡൽസ് ആണ്. അപ്പം ഈ ട്രഡീഷണൽ പ്രോസസ് മോഡൽസിൻ്റെ കുറേ എണ്ണം ഉണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ അങ്ങനെ വൺ ഓർ മോർ ദാൻ വൺ മോഡൽസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് മോഡൽസ് ആണ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽസ്. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച ഏതെങ്കിലും പ്രോസസ് മോഡൽസിൻ്റെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സ്, ബെസ്റ്റായിട്ട് തോന്നുന്ന ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം എടുത്തിട്ട് ഉള്ള ഒരു മോഡലാണ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽസ്. അതിൽ യു നീഡ് ടു സ്റ്റഡി കമ്പോണൻറ്റ് ബേസ്ഡ്, മൂന്നെണ്ണമാണുള്ളത്: കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ ആൻഡ് ഫോർമൽ മെത്തേഡ്സ് മോഡൽ ആൻഡ് ആസ്പെക്ട് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ. ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ആണ് സിലബസ് പറയുന്നത്. ആ രണ്ടെണ്ണം പറയാം. ദാറ്റ് ഈസ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റും ദ ഫോർമൽ മെത്തേഡ് മോഡലും. ഇത് രണ്ടുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടേക്ക് ഓൺ മെനി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വൺ ഓർ മോർ ഓഫ് ദി കൺവെൻഷണൽ മോഡൽസ്. നമ്മൾ ഓൾറെഡി പഠിച്ച കൺവെൻഷണൽ മോഡൽസിൻ്റെ ഏതെങ്കിലുമൊക്കെ വൺ ഓർ മോർ കൺവെൻഷണൽ മോഡൽസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന മോഡലാണ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽ. However, these special models tend to be applied when a narrowly defined software engineering approach is chosen. അതായത് നമ്മൾ ഒരുപാട് ബ്രോഡായിട്ടൊന്നും അതായത് നമ്മളിപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡായിട്ടുള്ളൊരു അപ്രോച്ച് അല്ല, narrowly based approach ആണെന്നുണ്ടെങ്കിൽ we can use specialized models. Now we are discussing there are three types of specialized process models. അതിൽ നമ്മൾ രണ്ടെണ്ണമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള കുറേ കമ്പോണൻസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ വി ക്യാൻ യൂസ് ദോസ് കമ്പോണൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു കോഡിങ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു സോർട്ടിങ്, ഒരു ബൈനറി സെർച്ചിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈനറി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദ എലമെൻറ്റ്സ് ഷുഡ് ബി ഇൻ സോർട്ടഡ് ഓർഡർ. ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യേണ്ട ഒരു അറേയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ സോർട്ടഡ് ഓർഡർ. അപ്പം നമ്മൾ ഈ ബൈനറി സെർച്ചിൻ്റെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സോർട്ടിങ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സോർട്ടിങ്ങിൻ്റെ കോഡ് അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഇനി നോട്ട് ടു റീറൈറ്റ് ഇറ്റ് അഗെയിൻ അല്ലേ. നമ്മൾ വീണ്ടും അത് സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിനായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന കോഡല്ല. വി ക്യാൻ യൂസ് ദോസ് കോഡ്സ് വിച്ച് ആർ വി ഓൾറെഡി കോഡഡ്. അപ്പം അതേപോലെ ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഓൾറെഡി കമ്പോണൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പോണൻസ് റീയൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതായത് ഏതെങ്കിലും സോഫ്റ്റ്വെയർ വെൻഡേഴ്സ് ഒക്കെ ഉണ്ടാവും. വെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ വിൽക്കുന്ന ആൾക്കാർ.
സോഫ്റ്റ്വെയർ വിൽക്കുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ കുറേ കമ്പോണൻസ് ഉണ്ടാവും. ഈ കമ്പോണൻസ് ചിലപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിന്, ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വേണ്ട കമ്പോണൻസ് ആണെങ്കിൽ വി ക്യാൻ പർച്ചേസ് ദോസ് കമ്പോണൻസ് ഫ്രം ദാറ്റ് വെൻഡർ. നമ്മൾ വീണ്ടും ആ കമ്പോണൻസ് ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് അവിടുന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അപ്പം ഇതാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റീയൂസ് ബേസ്ഡ് അപ്രോച്ചാണ്. നമുക്ക് ഓൾറെഡി ഉള്ളതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക, ദാറ്റ് ഈസ് റീയൂസ് ചെയ്യുക. ആ ഒരു അപ്രോച്ചാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി കോഡാവാം, ഫങ്ഷൻ കോഡാവാം, അല്ലെങ്കിൽ ക്ലാസ്സസ് ആവാം, അല്ലെങ്കിൽ ക്ലാസ്സസിൻ്റെ കളക്ഷനായിട്ടുള്ള പാക്കേജ് ആവാം. ഇതൊക്കെ കമ്പോണൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദോസ് കമ്പോണൻസ്. അപ്പം ഇതാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കമ്പോണൻസ് എന്തൊക്കെയാണ്, നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ വരുന്ന കമ്പോണൻസ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ സിമ്പിൾ കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാക്കുകയാണ്, ദാറ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ വി ആർ ഗോയിങ് ടു ഡെവലപ്പ്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ഓൾറെഡി സിമ്പിൾ കാൽക്കുലേറ്ററിലുണ്ട്. സോ നമ്മൾ അത് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ഒന്നും കോഡ് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ആ പ്ലസിൻ്റെ കമ്പോണൻറ്റ്, സബ്ട്രാക്റ്റിൻ്റെ കമ്പോണൻറ്റ് അതൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് മേക്ക് യൂസ് ഓഫ് ദോസ് കമ്പോണൻസ്. അപ്പം ബാക്കിയുള്ളതാണ് നമ്മൾ കോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പം ഇങ്ങനെ കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് അപ്രോച്ചിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ കാൻഡിഡേറ്റ് കമ്പോണൻസ്. കാൻഡിഡേറ്റ് കമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസ് തന്നെ. സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത് അതാണ് കാൻഡിഡേറ്റ് കമ്പോണൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇതിൽ ഏതൊക്കെ കമ്പോണൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെയൊക്കെ വെൻഡേഴ്സിൻ്റെ അടുത്ത് ഈ കമ്പോണൻസ് ഒക്കെ ഉണ്ട്, ഇല്ലാത്തതേ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഉള്ളത് യൂസ് ചെയ്താൽ മതി. അങ്ങനെ യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ എടുത്തുകൊണ്ടൊന്നും അങ്ങ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം പ്ലസ് മൈനസ് ഇതൊക്കെ ഉള്ള കമ്പോണൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാക്കുകയാണ്, ആൻഡ് പ്ലസ് മൈനസ് സബ്ട്രാക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെയൊക്കെ കോഡ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ജാവയാണെന്ന് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ജാവയിലാണ്, പക്ഷെ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് VB.NET വിചാരിക്കാം, അല്ലെങ്കിൽ C++, വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് നമുക്ക് ഈ കമ്പോണൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കമ്പോണൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ജാവ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വി നീഡ് ടു കെയർ, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം, അതൊക്കെ ചെയ്യേണ്ടതുണ്ട് ഈ അങ്ങനെ മാറ്റുമ്പോൾ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടത്തേക്ക് കൊണ്ടുവന്ന് അത് വേണ്ട രീതിയിൽ അതിനെ കൂട്ടി ഇതുമായിട്ട് എന്താ പറയുക, കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, വേണ്ട രീതിയിൽ നമ്മൾ ആ മാറ്റങ്ങൾ വരുത്തണം, ഇതൊക്കെ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. സോ വി ജസ്റ്റ് ഗോ ത്രൂ ദി പോയിന്റ്സ്. അപ്പം കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് റീയൂസബിൾ കമ്പോണൻറ്റ്സിന് മേക്സ് യൂസ് ഓഫ് ദ ഓൾറെഡി അവൈലബിൾ കമ്പോണൻറ്റ്സ്. ആ ഒരു അപ്രോച്ചാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിലുള്ളത്. റീയൂസബിലിറ്റി ചെയ്യാം. The component-based development model incorporates many of the characteristics of the spiral model. Spiral മോഡലിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നു. സ്പൈറൽ മോഡലിലെയും അതേപോലെ തന്നെ ഇറ്റ് ഈസ് എവല്യൂഷണറി ഇൻ നേച്ചർ, ഡിമാൻഡിങ് ആൻ ഐറ്ററേറ്റീവ് അപ്രോച്ച് ടു ദ ക്രിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. എവല്യൂഷണറി ആൻഡ് സ്പൈറൽ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിലുണ്ട്. ഇപ്പം എവല്യൂഷണറിയിൽ വരുന്നതാണ് നമ്മളെ സ്പൈറലും ഇൻക്രിമെൻ്റലും ഒക്കെ. ആൻഡ് ഈ രണ്ട് കേസിലും പ്രോട്ടോടൈപ്പിങ്ങും സ്പൈറലൊക്കെ എവല്യൂഷണറിയിൽ വരുന്നതാണ്. അപ്പം അവിടെയുള്ള കാര്യം എന്തായിരുന്നു, എവല്യൂഷണറിയിലും പ്രോട്ടോടൈപ്പിങ്ങിലും സ്പൈറലിലൊക്കെ ഉള്ള കാര്യം എന്താ, സ്പൈറലാണ്. അതായത് കുറേ ഫേസസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഓരോരോ
ടൈമിലും ദർ ഈസ് പ്രൊഡ്യൂസിങ് എ പ്രോട്ടോടൈപ്പ് ഓൾസോ. പ്രോട്ടോടൈപ്പിങ്ങിൽ അങ്ങനെയല്ലേ, ഒരു പ്രോട്ടോടൈപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂലേ, ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ദാറ്റ് ഈസ് ഒരു വേർഷൻ ഉണ്ടാക്കുന്ന, അഗെയിൻ പിന്നെ ഒരു സാമ്പിൾ ഉണ്ടാക്കുന്ന, പിന്നെ വീണ്ടും ആ സാമ്പിളിനനുസരിച്ച് ഓക്കെ ആവുന്നവരെ സാമ്പിൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ ആയ ഒരു സാമ്പിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും, ആക്ച്വൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും ആ സാമ്പിളിനെ ബേസ് ചെയ്ത്. അതാണ് പ്രോട്ടോടൈപ്പിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റിലും ചെയ്യുന്നത്. കമ്പോണന്റിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു അഡീഷണൽ ഫീച്ചർ ഉണ്ട്. അല്ലാതെ സ്പൈറലിൻ്റെയും ആൻഡ് പ്രോട്ടോടൈപ്പിങ്ങിൻ്റെയും ഒക്കെ ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു മോഡലാണ് കമ്പോണന്റ് ബേസ്ഡ് പ്രോസസ് മോഡൽ. And however, the model focuses on pre-packaged software components. Pre-packaged software components എന്ന് പറഞ്ഞാൽ ഓൾറെഡി പാക്കേജ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പോണൻസിന് യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് സോഫ്റ്റ്വെയർ യൂസബിലിറ്റി. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ. കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് അല്ലെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് സോഫ്റ്റ്വെയർ യൂസബിലിറ്റി. സോഫ്റ്റ്വെയർ യൂസബിലിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്നു എപ്പോഴും. അത് സോഫ്റ്റ്വെയർ യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഓരോരോ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് അത്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിന് വേണ്ട കുറേ കോഡ്സൊക്കെ നെറ്റിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ പ്രൊജക്റ്റിലേക്ക് വേണ്ട ചില ക്ലാസ്സസ് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ വീണ്ടും അത് കോഡ് നമ്മൾ ചെയ്യുന്നില്ല, ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നില്ല. വി ആർ മേക്ക് യൂസ് ഓഫ് ദോസ് കമ്പോണൻസ് അല്ലെങ്കിൽ ദോസ് കോഡ്സ്. അപ്പം റീയൂസബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും കുറേ കാര്യങ്ങൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്യുമ്പം അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. ടൈം സേവ് ചെയ്യും, ആൻഡ് മണി സേവ് ചെയ്യും, എഫേർട്ട് കുറേ കുറക്കും, ഫാസ്റ്റ് ആക്കുന്നുണ്ട്, ടൈം സേവ് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ കുറേ അഡ്വാൻറ്റേജസ് തന്നെയായിരിക്കും കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിന്. ബേസിക്കലി നമ്മളെ റിയൽ ലൈഫിലാണെങ്കിലും നമുക്കൊരു സാധനം നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതും അത് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് തരുന്നുണ്ട്. അത് തന്നെയാണ് കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ ഉള്ളത്. ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. സ്പൈറൽ പോലെയാണ് ഇതിൽ വരുന്നത്. സ്പൈറലിലുള്ളൊരു മെയിൻ പോയിന്റാണ് റിസ്ക് അനാലിസിസ്. എന്ത് ചെയ്യുമ്പോഴും റിസ്ക് കൂടെ അനലൈസ് ചെയ്യും, ആ റിസ്ക് സോൾവ് ചെയ്യാനുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം പ്ലാനിങ്, റിസ്ക് അനാലിസിസിങ്, ദെൻ എൻജിനീയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, ദെൻ കസ്റ്റമർ ഇവാലുവേഷൻ, വീണ്ടും കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സ്പൈറലിൽ. ആൻഡ് ഓരോ സ്പൈറലിലും വരുന്ന ആക്ടിവിറ്റീസ് ആണ് ഐഡൻറ്റിഫൈ കാൻഡിഡേറ്റ് കമ്പോണൻസ്. കാൻഡിഡേറ്റ് കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ലുക്കപ്പ് കമ്പോണൻസ് ഇൻ ലൈബ്രറി. കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണൻസിനെ ലൈബ്രറിയിൽ, അതായത് ലൈബ്രറിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു. അതിനുശേഷം എക്സ്ട്രാക്ട് കമ്പോണൻസ് ഇഫ് അവൈലബിൾ. കമ്പോണൻസ് അവൈലബിൾ ആണെങ്കിൽ വി ടേക്ക് ദാറ്റ് കമ്പോണൻസ്, അതിനെ എടുക്കുന്നു. ആൻഡ് ദെൻ ബിൽഡ് കമ്പോണൻസ് ഇഫ് അൺഅവൈലബിൾ. അത് എല്ലാ കമ്പോണൻസും ഉണ്ടാകണമെന്നില്ല, ഇല്ലാത്ത കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ വി ആർ ബിൽഡിങ് ഇറ്റ്. ആൻഡ് പുട്ട് എ ന്യൂ കമ്പോണൻസ് ഇൻ ലൈബ്രറി. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണൻസിനെ ഈ പറഞ്ഞ പോലെ തന്നെ ലൈബ്രറിയിൽ വെക്കുന്നു. ലൈബ്രറിയിൽ വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ട തരത്തിൽ നമ്മളതിനെ കീപ്പ് ചെയ്യുന്നു. വേറെ സോഫ്റ്റ്വെയർ വേറെ ആർക്കെങ്കിലും എന്നാണെന്നില്ല, നമ്മളെ തന്നെ വേറെ സോഫ്റ്റ്വെയറിന് പിന്നീട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം കണ്ടുകൊണ്ട് നമ്മളതിനെ കീപ്പ് ചെയ്യുന്നു. ദെൻ കൺസ്ട്രക്ട് nth iteration ഓഫ് സിസ്റ്റം. നമ്മളെ സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു കാര്യമാണ് കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മോഡലിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ബിഗിൻ വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ് കമ്പോണൻസ്. നമ്മളുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ഐഡൻറ്റിഫൈയിങ് ദ കാൻഡിഡേറ്റ് കമ്പോണൻസ്. എന്തൊക്കെ കമ്പോണൻസ് ആണ് സോഫ്റ്റ്വെയറിൽ ഉള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ഹാസ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. എന്തൊക്കെയാണ്? അവൈലബിൾ കമ്പോണന്റ് ബേസ്ഡ് പ്രോഡക്ട്സ് ആർ റിസർച്ച്ഡ് ആൻഡ് ഇവാലുവേറ്റഡ് ഫോർ ദ ആപ്ലിക്കേഷൻ ഡൊമൈൻ. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്റ്റഡി ചെയ്യുന്നു, ആ കമ്പോണൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പം നമ്മളെ കമ്പോണൻസ് ആണ് നമുക്കത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കമ്പോണൻസ്
കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഡ് കണ്ടു, പ്ലസ് മൈനസ് ഒക്കെ കോഡ് കണ്ട് നേരെ അത് എടുത്തിങ്ങ് പോരുകയല്ല ചെയ്യുക. അത് ഏത് കോഡിലാണ്, നമുക്ക് ഏത് കോഡിലാണ് ആവശ്യം, ഇനി എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളത് സ്റ്റഡി ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഇവാലുവേഷൻ. റിസർച്ച് ചെയ്യുക, ദെൻ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളതിനെ കണ്ടുപിടിച്ച് അവൈലബിൾ ആണെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളൊരു ഫേസ് ആണുള്ളത് ഫസ്റ്റ്. ദെൻ കമ്പോണൻറ്റ് ഇൻ്റഗ്രേഷൻ ഇഷ്യൂസ് ആർ കൺസിഡേർഡ്. കമ്പോണൻറ്റ് ഇൻ്റഗ്രേഷൻ ഇഷ്യൂസ് ആണ്, അതായത് നമ്മൾ എവിടുന്നോ ഉള്ളൊരു കോഡ് അല്ലെങ്കിൽ കോഡ് എന്ന് മാത്രം കൺസിഡർ ചെയ്യരുത്. കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എ ഫംഗ്ഷൻ, കോഡ് അല്ലെങ്കിൽ മൊഡ്യൂൾ ആവാം, ക്ലാസ് ആവാം, പാക്കേജസ് ആവാം, ഇൻ്റർഫേസ് ആവാം. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വരുന്നുണ്ട് ജാവയിലൊക്കെ. ക്ലാസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം C++ൽ, അല്ലാതെ പാക്കേജ് എന്താണ്, ഇൻ്റർഫേസ് എന്താണെന്നൊക്കെ ഉള്ളത് ജാവയിൽ നിങ്ങൾ ഇതൊക്കെ പ്രോഗ്രാമിംഗ് പേപ്പറിലൊക്കെ പഠിക്കും ഇനി ജാവയിൽ. അപ്പം കമ്പോണൻറ്റ് ഇൻ്റഗ്രേഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റവുമായിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. A software architecture is designed to accommodate the components. നമ്മളിപ്പം ഈ കമ്പോണൻസ് നമ്മൾ പർച്ചേസ് ചെയ്തതും അല്ലാത്ത നമ്മൾ ഡെവലപ്പ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഈ കമ്പോണൻസിനെയൊക്കെ ആഡ് ചെയ്യാൻ പാകത്തിലുള്ള, കമ്പോണൻസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പാകത്തിലുള്ള ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാം. ആൻഡ് കമ്പോണൻസ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദ ആർക്കിടെക്ചർ. ആ ഡിസൈനിലോട്ട് നമ്മുടെ കമ്പോണൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആൻഡ് കോംപ്രഹെൻസീവ് ടെസ്റ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ടു എൻഷ്യൂർ പ്രോപ്പർ ഫങ്ഷണാലിറ്റി. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, ഫങ്ഷൻസ് കറക്റ്റ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. ദെൻ കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻറ്റ് ട്രസ്റ്റ് വർത്തിനെസ്. അതായത് നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ ആ കമ്പോണൻസിനെന്നുള്ളതാണ്. നമുക്കിപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തതല്ല, നമുക്കത് റീയൂസ് ചെയ്യാൻ പോവാണ്. റീയൂസ് ചെയ്യാൻ പോകുമ്പോൾ കറക്റ്റ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ്. ട്രസ്റ്റ് വർത്തിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കൂല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കമ്പോണൻറ്റ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ക്യാൻ എ കമ്പോണൻറ്റ് വിത്ത് നോ അവൈലബിൾ സോഴ്സ് കോഡ് ബി ട്രസ്റ്റഡ്. നമുക്ക് സോഴ്സ് കോഡ് അവൈലബിൾ അല്ല, കമ്പോണൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രസ്റ്റഡ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് കമ്പോണൻസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ അല്ലെങ്കിൽ, സോഴ്സ് കോഡ് അവൈലബിൾ അല്ലാണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് ചെയ്യാൻ പറ്റില്ല സോഴ്സ് കോഡ് അവൈലബിൾ അല്ലെങ്കിൽ. അപ്പം അങ്ങനെയുള്ള കമ്പോണൻസ് യൂസ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് അതൊരു ചാലഞ്ചാണ് ആക്ച്വലി. ആൻഡ് കമ്പോണൻറ്റ് സർട്ടിഫിക്കേഷൻ, ഹു വിൽ സർട്ടിഫൈ ദ ക്വാളിറ്റി ഓഫ് കമ്പോണൻസ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റി ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവാം. Requirements trade-offs. How do we do trade-off analysis between the feature of one component and another? നമുക്ക് കമ്പയർ ചെയ്ത്, അതായത് ഇപ്പം നമ്മുടെ റിക്വയർമെൻറ്റ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇത് എന്നൊക്കെ ഉള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടണം എന്നില്ല. ഇതൊക്കെ നമുക്ക് കമ്പോണൻറ്റ് ബേസ്ഡിലുള്ള പ്രോബ്ലംസ് ആയിട്ട് പറയാം. ആൻഡ് നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റീയൂസബിലിറ്റി. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള കോഡല്ല കമ്പോണൻസ് റീയൂസ് ചെയ്യാൻ പറ്റുന്നു. കമ്പോണൻസ് ക്യാൻ ബി കോഡ് ഓർ എനിത്തിങ്. അപ്പോൾ കമ്പോണൻസ് റീയൂസ് ചെയ്യാൻ പറ്റുന്നു. സോ റീയൂസബിലിറ്റി, ആ റീയൂസബിലിറ്റി കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് തന്നെ കുറേ. എന്തൊക്കെയാണ്? ടൈം സേവ് ചെയ്യുന്നു, ഫാസ്റ്റ് ഡെലിവറി, പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. ആൻഡ് മണി സേവ് ചെയ്യും. കാര്യം എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നില്ല, നമ്മൾ ഓൾറെഡി ഉള്ളതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് ഫോർമൽ മെത്തേഡ്സ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു മോഡലാണ് ഫോർമൽ മെത്തേഡ് മോഡൽ. ഫോർമൽ മെത്തേഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിന് നമ്മൾ മാത്തമെറ്റിക്കൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുകയാണ്. നമ്മൾ സോഫ്റ്റ്വെയറിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് സ്റ്റഡി ചെയ്ത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ മാത്തമെറ്റിക്കലി ഡിനോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഫോർമൽ മെത്തേഡ് മോഡൽ. ഇറ്റ് ഈസ് നോട്ട് എ ഫെമിലിയർ വൺ. നമുക്കത്ര ഫെമിലിയർ അല്ല, നമുക്കത് ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ദർ, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ഫോർമൽ മെത്തേഡ്സ് മോഡലിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൾട്ട്. അതുകൊണ്ട് തന്നെ എക്സ്പേർട്സ് ആവശ്യമാണ്. അപ്പം എല്ലാ ഓർഗനൈസേഷൻസിലൊന്നും ഈ ഫോർമൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നില്ല, ഈ മോഡൽ യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ട്രെയിൻഡ് ഇൻ ഫോർമൽ മെത്തേഡ് മോഡൽ. ഫോർമൽ മെത്തേഡ് മോഡലിൽ
എക്സ്പേർട്ട് ആയവർക്ക് മാത്രമേ ഈ മോഡൽ ചൂസ് ചെയ്യാനായിട്ട് നിൽക്കുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരെ നിൽക്കുള്ളൂ. അപ്പം എന്താണ് ഫോർമൽ മെത്തേഡ്സ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എക്സാമിന് അത്ര കണ്ടിട്ടില്ല ഈ നമ്മളെ സ്പെഷ്യലൈസ്ഡ് മോഡൽസ്. പക്ഷെ ബാക്കി മോഡൽസ് ഒക്കെ തറവായിരിക്കണം, അത് വരാൻ ചാൻസ് ഉണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് മോഡൽസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല, അങ്ങനെ എക്സാംസിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എക്സാമെല്ലാം ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ആ ഒരു റിവിഷൻ്റെ സമയത്തൊക്കെ നമുക്ക് നോക്കാം. അപ്പം അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫോർമൽ മെത്തേഡ് മോഡൽ encompasses a set of activities that leads to formal mathematical specification of software. Formal methods enable a software engineer to specify, develop and verify a computer system by applying rigorous mathematical notation. സോഫ്റ്റ്വെയർസിന് നമ്മൾ മാത്തമെറ്റിക്കൽ നൊട്ടേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫോർമൽ മെത്തേഡ്സിൽ ചെയ്യുന്നത്. When mathematical methods are used during software development, they provide a mechanism for eliminating many of the problems that are difficult to overcome using other software engineering paradigms. നമ്മൾ മറ്റ് പല മോഡൽസും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് മാത്തമെറ്റിക്കൽ നൊട്ടേഷൻസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. പക്ഷേ ഇത് മാത്തമെറ്റിക്കൽ നൊട്ടേഷനിൽ കൊടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ എറേഴ്സ് ഒക്കെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും, എറേഴ്സ് കുറേ റെഡ്യൂസ് ആവും. ബിക്കോസ് മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സയൻസ് സ്ട്രീമാണ്. നമുക്ക് അതിൽ ആ രീതിയിൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇറ്റ് ബിക്കം ഓൾസോ പവർഫുൾ. അപ്പം formal method provide a basis for software verification and therefore enable software engineer to discover and correct errors that might otherwise go undetected. അതായത് മറ്റ് മെത്തേഡ്സിലൊന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ എറേഴ്സ് ഒക്കെ ഫോർമൽ മെത്തേഡ്സിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോർമൽ മെത്തേഡ് മോഡൽസ് ഈസ് കറൻ്റ്ലി ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്. അതായത് പറഞ്ഞല്ലോ, മാത്തമെറ്റിക്കലി സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അത് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. മാത്തമെറ്റിക്കൽ അനലൈസിസ് ഒക്കെ കുറേ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. Because few developers have the necessary background knowledge to apply formal methods, extensive training is required to others. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതായത് എല്ലാവർക്കൊന്നും അത്ര എളുപ്പമാവില്ല ഇത്. അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള, അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഈ ഒരു കാര്യം ഫോർമൽ മെത്തേഡ് മോഡൽ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടൈം കൺസ്യൂമിങ് ആകുന്നതും എക്സ്പെൻസീവ് ആകുന്നതൊക്കെ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ ഉള്ള ഒക്കെ എക്സ്പെൻസീവ് ആക്കാനുള്ളൊരു റീസണാണ്. It is difficult to use this model as a communication mechanism for technically unsophisticated people. അതായത് ഇത് ഈ ഒരു മെത്തേഡ് വഴി സാധാരണ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അതായത് ഇപ്പോൾ നമുക്ക് ആണെങ്കിൽ തന്നെയും വി നീഡ് ടു ട്രെയിൻഡ് ഇൻ, അതായത് ഒരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് പോലും ഫോർമൽ മെത്തേഡ് ഡിഫിക്കൾട്ടാണ്. അപ്പം ആ ഒരു കേസിൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പോലും ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല, അവർ നോർമൽ പീപ്പിൾ ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഈ ഫോർമൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പം സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള മോഡൽസിൻ്റെ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തുണ്ടാക്കുന്ന മോഡൽസാണ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽസ്. അതിലുള്ള രണ്ടാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡലും ആൻഡ് ഫോർമൽ മെത്തേഡ് മോഡലും. അപ്പോൾ ഇതിൽ കമ്പോണൻറ്റ് ബേസ്ഡിലാണെങ്കിൽ അതായത് കമ്പോണൻസിൻ്റെ റീയൂസബിലിറ്റി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കമ്പോണൻറ്റ് ബേസ്ഡ്. അതായത് ഓൾറെഡി ഉള്ള കമ്പോണൻസ് നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ട് മോഡൽ ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക, സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. ആൻഡ് ഫോർമൽ മെത്തേഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഒക്കെ മാത്തമെറ്റിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഫോർമൽ മെത്തേഡ് മോഡലിൽ. ആൻഡ് ദർ ഈസ് വൺ മോർ മോഡൽ കോൾഡ് ആസ്പെക്ട് ഓറിയൻറ്റഡ് പ്രോസസ് മോഡൽ. അത് നമുക്ക് സിലബസിലില്ല. അപ്പോൾ സിലബസിലില്ലാത്തൊക്കെ നമുക്ക് ഇപ്പം പഠിക്കേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം. അപ്പം ശരിക്കും ഇനിയും കുറേ മോഡൽസ് ഉണ്ട്. RAD മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ എല്ലാ മോഡൽസും സിലബസിലുള്ള മാത്രം എടുക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോകുന്നതാണ്. അപ്പം നമ്മളെ ക്ലാസ്സൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാലൊക്കെ ടൈമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക്
ഈ സിലബസിൽ ഇല്ലാത്തതും കൂടെ, ഇല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ വിട്ടുപോയതാണോ അത് വരുമോ എന്നുള്ളതൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇല്ലാത്ത എടുക്കുന്നത്. മോഡൽസിൽ തന്നെ വരുന്ന കുറച്ച് ഇതിൽ കാണുന്നില്ല, അപ്പം അത് ഇല്ലാത്തത് എടുക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇപ്പം സിലബസിലുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ.